ഹരികുമാറിന് സഹോദരിയുമായി വഴിവിട്ട ബന്ധം. രാത്രി മുറിയിലേക്ക് വരാൻ സന്ദേശം. കുഞ്ഞിനെ കൊന്ന ക്രൂരതയിൽ അമ്മയുടെ പങ്കിൽ ഇപ്പോഴുമുള്ളത് അഭ്യൂഹം മാത്രം. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ നിർണായകമാകും. മറ്റൊരു ബന്ധത്തിലെ കുട്ടിയെന്നത് ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയിൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തു. ബാലരാമപുരത്ത് ചോദ്യങ്ങൾ അനവധി. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ബാലരാമപുരത്ത് നടന്ന ഒരു കൊലക്കേസിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കുകയും ചെയ്യണ്ട. അതുപോലെ തന്നെ അപ്പോൾ അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട. ഹരികുമാറിന് സഹോദരിയുമായി വഴിവിട്ട ബന്ധം. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി കിണറ്റിലിറങ്ങി കൊലപ്പെടുത്തിയ സംഭവത്തിൽ റിമാൻഡിൽ കഴിയുന്ന അമ്മ ശ്രീധുവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പാലക്കാട് കൊഴിഞ്ഞാൻപാറയിൽ നിന്നാണ് ബാലരാമം പോലീസ് ശ്രീധുവിനെ കസ്റ്റഡിയിലെടുത്തത്. നെയ്യാറ്റിൻകര കോടതി ശ്രീധുവിനെ റിമാൻഡ് ചെയ്തിരുന്നു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും തെളിവെടുപ്പിനുമായാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്. കുഞ്ഞിൻ്റെ അമ്മാവനും ശ്രീധുവിൻ്റെ സഹോദരനുമായ ഹരികുമാറാണ് വയസ്സ് 25, 1-ാം പ്രതി. കേസിൽ ശ്രീധു 2-ാം പ്രതിയാണ്. ശ്രീധുവിൻ്റെ അറിവോടെയാണ് ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. വാട്സാപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ശ്രീധുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും ഇതിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തി. എന്താല്ലേ? ശാസ്ത്രീയ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും ശ്രീധുവിൻ്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഫോറൻസിക് പരിശോധനയിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. ഇരുവരുടെയും ചാറ്റുകളും പോലീസ് വീണ്ടെടുത്തു. ഹരികുമാറിനെയും ശ്രീധുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ കോടതിയുടെ അനുമതി തേടിയിരുന്നെങ്കിലും ശ്രീധു വിസമ്മതിച്ചു. ശ്രീധു കുറേ കാലമായി ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങി സഹോദരനും അമ്മയ്ക്കുമൊപ്പമാണ് മകളോടൊപ്പം വാടക വീട്ടിൽ താമസിച്ചിരുന്നത്. അതേസമയം കുഞ്ഞിൻ്റെ DNA പരിശോധനാ ഫലം ശ്രീധുവിൻ്റെ ഭർത്താവുമായി പൊരുത്തപ്പെടുന്നില്ല. ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാറിൻ്റെ DNA പരിശോധിച്ചെങ്കിലും അതും യോജിക്കുന്നില്ലെന്നാണ് കണ്ടെത്തൽ. മറ്റൊരു ബന്ധത്തിലെ കുട്ടിയെന്നത് ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയും കൊലപാതകത്തിന് കാരണമായേക്കുമെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ഒരു ഓട്ടോ ഡ്രൈവറാണ് കുട്ടിയുടെ അച്ഛനെന്ന് ശ്രീധു പലരോടും നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഭർത്താവിനെ ഒഴിവാക്കാനുള്ള തന്ത്രമാണെന്നാണ് എല്ലാവരും കരുതിയത്. പോലീസിൻ്റെ നിർണായകമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്രീധു മൗനം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി കസ്റ്റഡിയിൽ വാങ്ങുന്നത് നിർണായകമാകും. കുട്ടിയെ സഹോദരൻ കിണറ്റിലിട്ടത് ശ്രീധുവിൻ്റെ അറിവോടെ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. കുട്ടിയെ കിണറ്റിലിട്ട ശേഷം വീട്ടിലുള്ള മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ മുറിയിൽ തീയിട്ടു. മെത്തയും ഷൂസുമാണ് തീയിട്ടത്. 1-ാം പ്രതി ഹരികുമാർ തീയിടുമ്പോൾ ശ്രീധുവിന് ഇക്കാര്യം അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. തിങ്കളാഴ്ച 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകും. ജനുവരി 30-നാണ് കോട്ടുകാൽക്കോണം വാറുവിളാകത്ത് വാടക വീട്ടിലെ കിണറ്റിൽ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവസ്വം ബോർഡിലെ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീധു കഴിഞ്ഞ ആഴ്ച ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പാലക്കാട്ടേക്ക് കടന്നിരുന്നു. ശ്രീധുവിൻ്റെ സഹോദരൻ ഹരികുമാർ നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. തുടർന്ന് ബാലരാമപുരം പോലീസ് അറസ്റ്റ് ചെയ്തു. ഹരികുമാറിൻ്റെയും ശ്രീധുവിൻ്റെയും മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസിൽ സംശയമുണ്ടാക്കി. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായെന്നായിരുന്നു ശ്രീധുവിൻ്റെ പരാതി. നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. കസ്റ്റഡിയിലായിരുന്ന പ്രതി ഹരികുമാർ കേസിൽ കുറ്റം സമ്മതിച്ചതായി അന്വേഷണ സംഘം വെളിപ്പെടുത്തിയിരുന്നു. ഇതിനൊപ്പം പ്രതി ഹരികുമാർ നടത്തിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളും അന്വേഷണ സംഘം പുറത്തുവിട്ടു. ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായും സംഭവ ദിവസം രാത്രി ഹരികുമാറിൻ്റെ മുറിയിലെത്തിയ ശ്രീധു കുഞ്ഞ് കരഞ്ഞതിനാൽ തിരികെ പോയതുമാണ് പ്രതിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് ശരിക്കും ഇത് വായിക്കാൻ തന്നെ തോന്നുന്നില്ല. കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നുമാണ് പോലീസ് പറയുന്നത്. കുഞ്ഞ് കരഞ്ഞതിനാൽ അന്നേ ദിവസം രാത്രി സഹോദരി ഹരികുമാറിൻ്റെ മുറിയിൽ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് സഹോദരിയോടുള്ള വൈരാഗ്യത്തിൽ പിറ്റേ ദിവസം പുലർച്ചെ പ്രതി കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞത്.
കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കുഞ്ഞിൻ്റെ മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത നിലനിന്നിരുന്നു. ആൾമറയുള്ള കിണറ്റിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയതെന്ന് സംഭവം കൊലപാതകമാണെന്ന സംശയത്തിൽ ആക്കം കൂട്ടുകയുണ്ടായി. ഇതിനിടെ വീട്ടിലെ മുറിയിൽ മണ്ണെണ്ണയുടെ ഗന്ധവും കയർ കുരുക്കിട്ട നിലയിൽ കണ്ടെത്തിയതും ദുരൂഹത വർദ്ധിച്ചു. പിന്നാലെ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെയും അച്ഛനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ഒപ്പം കുഞ്ഞിൻ്റെ മാതൃ സഹോദരനായ ഹരികുമാറിനെയും കസ്റ്റഡിയിലെടുത്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഹരികുമാർ പോലീസിനോട് ആദ്യം കുറ്റസമ്മതം നടത്തിയത്. കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപാതകപ്പെടുത്തിയത് താനാണെന്നാണ് ഹരികുമാർ തുറന്നു പറഞ്ഞത്. എന്നാൽ പ്രതിയുടെ പല മൊഴികളും അടിമുടി വൈരുദ്ധ്യവും നിലനിന്നിരുന്നതിനാൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി. ഇതിനിടെയാണ് അമ്മയുടെ പങ്കും വെളിപ്പെട്ടത്. ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തലേദിവസം രാത്രി വരെ ഇരുവരും ഫോണിൽ ചാറ്റ് ചെയ്തിരുന്നതായി ഇതിൽ കണ്ടെത്തി. ഒരേ വീട്ടിൽ താമസിച്ചിട്ട് ഇരുവർക്കും വാട്സാപ്പ് വഴി എന്താണ് ഇത്ര സംസാരിക്കാനുള്ളതെന്ന് ചോദ്യവുമായി അവശേഷിച്ചു. ഇതിനിടെ ഇരുവരുടെ ഫോണിൽ നിന്ന് നീക്കം ചെയ്ത ചാറ്റുകൾ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ ശ്രീധുവിനെയും ഹരികുമാറിൻ്റെയും വീട്ടിൽ മന്ത്രവാദവും പൂജകളും നടന്നിരുന്നു എന്നതായുള്ള ആരോപണങ്ങൾ നാട്ടുകാരിൽ നിന്ന് ഉയർന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിലായതിന് ദിവസങ്ങൾക്കുള്ളിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവും പോലീസിൻ്റെ പിടിയിലായി. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിലാണ് ശ്രീധുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തൊട്ടു പിന്നാലെ ഹരികുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. അപ്പോഴും കൊലപാതകത്തിലെ അമ്മയുടെ പങ്ക് തെളിഞ്ഞിരുന്നില്ല. ഹരികുമാർ, ശ്രീധു, പോലീസ്, രാമപുരം കുട്ടിയമ്മ. ഇതൊരു കോപ്പിറൈറ്റ് ന്യൂസാണ്. ഞാൻ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് എടുത്ത ഒരു കോപ്പിറൈറ്റ് ന്യൂസാണ്. ആ ന്യൂസിനെ സംബന്ധിച്ച്, ഞാനിപ്പോൾ വായിച്ച ഈ ന്യൂസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണോ രേഖപ്പെടുത്തേണ്ടത് അത് രേഖപ്പെടുത്തുക. എന്താണല്ലേ നമ്മുടെ നാട് പോണ പോക്ക്.